നീതിമാനായ റാഹേലിന് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്നു. ചെറുപ്പകാലം മുതലേ എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ കൂട്ടുണ്ടെന്ന് അവൾ അടിയുറച്ചു വിശ്വസിച്ചു. ജീവിതത്തിലെ ഓരോ ചുവടിലും ദൈവം തൻ്റെ കൂടെയുണ്ടെന്നും തൻ്റെ പാതകളെ അവൻ നേരെയാക്കുമെന്നും അവൾ ദൃഢമായി വിശ്വസിച്ചു. ഒരു രാത്രിയിൽ റാഹേൽ ഒരു സ്വപ്നം കണ്ടു. അവൾ കടൽ തീരത്തുകൂടി നടക്കുകയാണ്. ആകാശത്ത് അവളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഒരു സ്വപ്നത്തിലെന്ന പോലെ മിന്നിമറയുന്നു. ഓരോ ദൃശ്യത്തിലും അവൾക്ക് മണലിൽ 2 ജോഡി കാൽപ്പാടുകൾ കാണാൻ കഴിഞ്ഞു. ഒന്ന് അവളുടേത്, മറ്റൊന്ന് അവളുടെ പ്രിയപ്പെട്ട ഈശ്വരൻ്റേത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ നിമിഷങ്ങളിൽ, വെളിച്ചം നിറഞ്ഞ കാലങ്ങളിൽ 2 ജോഡി കാൽപ്പാടുകൾ വ്യക്തമായി അവൾ കണ്ടു. അവൾ ചിന്തിച്ചു, അതെ, ഈ നല്ല സമയങ്ങളിലെല്ലാം എൻ്റെ ദൈവം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആ സ്വപ്നം മുന്നോട്ടു പോയപ്പോൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും ദുരിതപൂർണമായ ഇരുണ്ട സമയങ്ങളും അവൾ കണ്ടു. രോഗങ്ങൾ, ദുരന്തങ്ങൾ, പ്രിയപ്പെട്ടവരുടെ വേർപാട്, ഒറ്റപ്പെടൽ. ആ നിമിഷങ്ങളിലെല്ലാം അവൾ മണലിൽ 1 ജോഡി കാൽപ്പാടുകൾ മാത്രമാണ് കണ്ടത്. റാഹേലിന് വല്ലാത്ത സങ്കടം തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സങ്കടത്തോടെ ദൈവത്തിനോട് ചോദിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളിൽ അങ്ങ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും വലിയ ദുരിതങ്ങളിലും വിഷാദത്തിലുമെല്ലാം ഞാൻ കണ്ടത് 1 ജോഡി കാൽപ്പാടുകൾ മാത്രമാണ്. അങ്ങ് എവിടെയായിരുന്നു? എൻ്റെ ദൈവമേ, അങ്ങ് എന്നെ കൈവിടിഞ്ഞുവോ? ഒരു നിമിഷത്തെ നിശബ്ദത. പിന്നെ റാഹേലിൻ്റെ ഉള്ളിൽ ഒരു മൃദുവായ ശബ്ദമുയർന്നു. പ്രിയപ്പെട്ട മകളെ, നീ കണ്ട 1 ജോഡി കാൽപ്പാടുകൾ മാത്രമുള്ള ആ സമയങ്ങൾ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസങ്ങളായിരുന്നു, ദുരിതങ്ങളായിരുന്നു. അപ്പോഴാണ് നിനക്ക് ഏറ്റവും അധികം എൻ്റെ സഹായം വേണ്ടിയിരുന്നത്. ആ സമയം നീ തളർന്നു പോയതിനാൽ തളർന്നു വീഴാതിരിക്കാൻ ഞാൻ നിന്നെ എൻ്റെ തോളിൽ ചുമന്നുകൊണ്ട് നടക്കുകയായിരുന്നു. പ്രിയപ്പെട്ട മകളെ, എന്നോളം നിന്നെ അറിയുന്ന മറ്റൊരാൾ ഈ ലോകത്തിലില്ല. അതുകൊണ്ടാണ് 1 ജോഡി കാൽപ്പാടുകൾ മാത്രം നിനക്ക് കാണാൻ കഴിഞ്ഞത്. റാഹേലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അത് ദുഃഖം കൊണ്ടായിരുന്നില്ല, അളവറ്റ സ്നേഹം കൊണ്ടും സന്തോഷത്താലുമായിരുന്നു. താൻ ഒറ്റയ്ക്കാണെന്ന് കരുതിയ നിമിഷങ്ങളിൽ പോലും താനറിയാതെ തൻ്റെ ദൈവം തൻ്റെ കൂടെയുണ്ടായിരുന്നുവെന്നും തന്നെ ചുമലിലേറ്റി നടത്തിയെന്നും അവൾക്ക് മനസ്സിലായി. ഈ സ്വപ്നം റാഹേലിൻ്റെ ജീവിതം മാറ്റിമറിച്ചു. പിന്നീട് അവൾക്ക് എത്ര വലിയ ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴും ആശ്വാസം കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞു. കാരണം അവൾക്കറിയാമായിരുന്നു, താൻ തനിച്ചല്ല. ഏറ്റവും വലിയ പ്രയാസങ്ങളിൽ പോലും 1 ജോഡി കാൽപ്പാടുകൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂവെങ്കിൽ അത് തൻ്റെ പ്രിയപ്പെട്ട ദൈവം തന്നെ ചുമലിലേറ്റി നടന്നതിനാലാണെന്ന്. നാം ഒറ്റയ്ക്കാണെന്ന് തോന്നുന്ന സമയങ്ങളിലെല്ലാം ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ ബൈബിൾ കഥ. ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും നാം തളർന്നു പോകുമ്പോൾ ഒരു അദൃശ്യ ശക്തി നമ്മെ താങ്ങി നിർത്തുന്നുണ്ട്. അത് നമ്മുടെ വിശ്വാസമാണ്. പ്രതിസന്ധികളിലും ഈശ്വരൻ നമ്മോടൊപ്പമുണ്ട് എന്ന വിശ്വാസം. എത്ര വലിയ ഇരുട്ടിലും വെളിച്ചമുണ്ടെന്നും നമ്മെ സഹായിക്കാൻ എന്നും ഒരാളുണ്ടെന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ഇത് ജീവിതത്തിന് പ്രത്യാശ നൽകുന്നു. ജീവിതത്തിലെ ഇരുണ്ട സമയങ്ങളിൽ, നമ്മൾ തകർന്ന സമയങ്ങളിൽ ദൈവം നമ്മെ കൈവിട്ടു പോയതായി നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട് എന്നതാണ് സത്യം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ദുഷ്കരമായ സമയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ വെല്ലുവിളികളിലെല്ലാം ഈശ്വരൻ നമ്മെ ഒരു ശിശുവിനെ പോലെ വഹിച്ചുകൊണ്ട് നാം ഇന്നിരിക്കുന്നിടത്ത് നമ്മെ എത്തിച്ചുവെന്ന് നമുക്ക് ആശ്വസിക്കാം. ദൈവം ഒരു ശക്തിയാണ്, വിശ്വാസമാണ്.